നമ്മുടെ ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധഭീതിയും ശക്തി പ്രകടനവും ഉയരുന്ന സമയത്ത് ലോക രാഷ്ട്രീയത്തെ ഞെട്ടിച്ച ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് ഏകദേശം 8000 സൈനികരെയും JF-17 യുദ്ധവിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രണിനെയും ഡ്രോൺ യൂണിറ്റുകളെയും അത്യാധുനിക HQ-9 എയർ ഡിഫൻസ് സംവിധാനത്തെയും വിന്യസിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഒരു സാധാരണ സൈനിക സഹകരണമല്ല. ഇറാനും അമേരിക്കയും ഉൾപ്പെട്ട സംഘർഷം വൻ പ്രാദേശിക യുദ്ധമായി മാറാനുള്ള സാധ്യത ഉയരുമ്പോൾ സൗദിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പാകിസ്ഥാൻ നേരിട്ട് രംഗത്തെത്തിയെന്നതാണ് ലോകം കാണുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? റോയിട്ടേഴ്സ് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു രഹസ്യ പ്രതിരോധ കരാർ ഒപ്പുവെച്ചിരുന്നു. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക വിന്യാസം ശക്തമാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 8000 പാകിസ്ഥാൻ സൈനികർ, JF-17 ഫൈറ്റർ ജെറ്റുകളുടെ ഒരു പൂർണ്ണ സ്ക്വാഡ്രൺ, 2 ഡ്രോൺ സ്ക്വാഡ്രണുകൾ, ചൈന നിർമ്മിച്ച HQ-9 എയർ ഡിഫൻസ് സംവിധാനം, ഇവയെല്ലാം സൗദി അറേബ്യയിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സേന ഉപദേശക സംഘമെന്നതിലുപരി കോമ്പാറ്റ് കേപ്പബിൾ ഫോഴ്സ് ആണെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ആവശ്യമെങ്കിൽ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന സേന. എന്തുകൊണ്ടാണ് സൗദിക്ക് ഇപ്പോൾ ഈ സഹായം ആവശ്യം? 2026 ഇറാൻ യുദ്ധം മിഡിൽ ഈസ്റ്റിന്റെ ശക്തി സമവാക്യം മുഴുവൻ മാറ്റിയിരിക്കുകയാണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയും പ്രതികാര നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ ആക്രമണ ശ്രമങ്ങൾ നടന്നതായി വിവിധ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. ഇതോടെയാണ് സൗദി കൂടുതൽ സുരക്ഷാ പിന്തുണ തേടിയത്. അവിടെ പാകിസ്ഥാൻ അതിവേഗം ഇടപെടുകയും ചെയ്തു. പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള ബന്ധം എത്ര ശക്തമാണ്? പലർക്കും അറിയാത്ത ഒരു സത്യമാണ്. പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള സൈനിക ബന്ധം പതിറ്റാണ്ടുകളായി തുടരുന്നതാണ്. 1970കളിൽ മുതൽ തന്നെ പാകിസ്ഥാൻ സൈന്യം സൗദിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പാകിസ്ഥാൻ സൈനികർ സൗദി സേനയ്ക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. സൗദിയുടെ സുരക്ഷയെ സ്വന്തം സുരക്ഷ എന്ന നിലയിലാണ് പാകിസ്ഥാൻ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ മറ്റൊരു വലിയ ആരോപണവും ഉണ്ട്. അത് എന്തെന്നാൽ ഈ പ്രതിരോധ കരാർ സൗദിയെ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ അംബ്രല്ല കീഴിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നതാണ്. അത് ശരിയാണെങ്കിൽ സൗദിക്കെതിരായ ഒരു വലിയ ആക്രമണം ഭാവിയിൽ ആണവ പ്രതിരോധ ചർച്ചകളിലേക്കും നീങ്ങാൻ ഇടയാക്കും. JF-17 യുദ്ധവിമാനങ്ങൾ എന്തുകൊണ്ട് പ്രധാനമാണ്? പാകിസ്ഥാനും ചൈനയും ചേർന്ന് വികസിപ്പിച്ച യുദ്ധവിമാനമാണ് JF-17 തണ്ടർ. കുറഞ്ഞ ചിലവിൽ അതിവേഗ ആക്രമണശേഷി നൽകുന്ന വിമാനമായി ഇത് അറിയപ്പെടുന്നുണ്ട്. ഇവ ഇപ്പോൾ സൗദിയിലേക്ക് അയച്ചത് ഒരു വലിയ സന്ദേശമാണ്. പാകിസ്ഥാൻ വെറും നയതന്ത്ര പിന്തുണ മാത്രമല്ല നൽകുന്നത്, ആവശ്യമെങ്കിൽ ആകാശ സുരക്ഷയും യുദ്ധ സഹായവും നൽകും. ഇത് ഇറാനെ നേരിട്ടുള്ള മുന്നറിയിപ്പായും ലോകം കാണുന്നു. ഇതിൽ ചൈനയുടെ പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് നേരിട്ട് ചൈന ഇടപെട്ടുവെന്നതിന് തെളിവുകളില്ല. എന്നാൽ HQ-9 എയർ ഡിഫൻസ് സംവിധാനവും JF-17 വിമാനങ്ങളും ചൈനീസ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടതിനാൽ ചൈനയുടെ സ്വാധീനം ഈ സംഭവത്തിൽ വ്യക്തമായി കാണാം. അമേരിക്ക, സൗദി, പാകിസ്ഥാൻ, ചൈന എന്നൊരു പുതിയ സുരക്ഷാ അച്ചുതണ്ട് രൂപപ്പെടുന്നോ എന്ന ചർച്ചയും ഇപ്പോൾ ശക്തമാവുകയാണ്. ഇതിൽ ഇന്ത്യക്ക് പ്രാധാന്യമുണ്ടോ? ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിലെ സ്ഥിരത അത്യന്താപേക്ഷിതമാണ്. കാരണം ഇന്ത്യയുടെ വലിയൊരു എണ്ണ വിതരണം ഗൾഫ് മേഖലയിലാണ് ആശ്രയിക്കുന്നത്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ അവിടെയുണ്ട്. ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമല്ലെങ്കിൽ എണ്ണവില കുത്തനെ ഉയരും. അതുകൊണ്ട് ഈ യുദ്ധ വികസനങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തേക്കും നേരിട്ട് ബാധിച്ചേക്കാം. അവസാനമായി പറയാനുള്ളത്, പാകിസ്ഥാൻ സൗദിയിലേക്ക് അയച്ച ഈ സൈനിക വിന്യാസം ഒരു സാധാരണ പ്രതിരോധ നീക്കമല്ല. ഇത് മിഡിൽ ഈസ്റ്റിൽ വലിയ ശക്തി പ്രകടനത്തിന്റെയും ഭാവിയിലെ സാധ്യതയുള്ള വലിയ യുദ്ധത്തിന്റെയും മുന്നറിയിപ്പായി ലോകം കാണുകയാണ്. ഇറാനും സൗദിയും തമ്മിലുള്ള സംഘർഷം വീണ്ടും കത്തിപ്പിടിച്ചാൽ
അതിൽ പാകിസ്ഥാനും നേരിട്ട് ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക ഇപ്പോൾ ഉയരുകയാണ്. അതേസമയം അമേരിക്ക, ചൈന, ഗൾഫ് രാജ്യങ്ങൾ എന്നിവ തമ്മിലുള്ള ശക്തി പോരാട്ടവും പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഈ പ്രതിസന്ധി സമാധാനത്തിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും തീയിൽ ആക്കുമോ? അതാണ് ലോകം ഉറ്റുനോക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.